ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാർ. ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 3 മാങ്ങയാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ച് വെച്ചേക്കണം മാങ്ങയാണേ. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അത്യാവശ്യം നല്ല വിളഞ്ഞ നല്ല പുളിയുള്ള മാങ്ങയാണിത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കണത്. ഒത്തിരി അങ്ങ് ചെറുതാക്കിയിട്ടുമില്ല, അതേപോലെ തന്നെ ഒത്തിരി വലുതുമല്ല. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം അതാ നമ്മുടെ മാങ്ങകളെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇത് കപ്പളവിനാണെങ്കിൽ ഒരു 3 കപ്പോളം ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ കയ്യിലുള്ള മാങ്ങയുടെ പുളിക്കനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഉദ്ദേശം ചേർത്ത് കൊടുത്താൽ മതി. കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർത്തേക്കണത്. കല്ലുപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്കൊരു 2-3 മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കാം. അപ്പം നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് മാങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഒരു 3 മണിക്കൂർ നമ്മൾ ഉപ്പ് പരട്ടി വെച്ചിരുന്നു നമ്മുടെ മാങ്ങ. ഉണ്ടോ, മാങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ അതെനിക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാങ്ങയിൽ നിന്ന്. ഇതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ കടുകും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നത് ഒന്നെങ്കിൽ അരകല്ലിൽ വെച്ച് പൊടിച്ചെടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൽ വെച്ച് പൊടിച്ചാലും മതി. ഞാനിപ്പോൾ അരകല്ലിൽ വെച്ചാണ് പൊടിച്ചെടുക്കുന്നത്. ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് പൊടിക്കേണ്ടതെന്ന്. ഓവറായിട്ട് അങ്ങ് പൗഡർ ആക്കണ്ട, ചെറുതായിട്ടൊരു തരിതെറിപ്പോട് കൂടി പൊടിച്ചെടുക്കുക. ഇതാ നമ്മുടെ കടുക് ഞാനിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല. ചെറുതായിട്ടൊരു തരിതൊരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തേക്കണത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുകൾ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. അപ്പോൾ അതാ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് ചേർത്തില്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീ ഓഫ് ചെയ്തേക്കണത്. ഇതിൻ്റെ അളവ് ഡിപ്പെൻസാണ്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കായപ്പൊടി. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പൊടികളുടെ പച്ചച്ചവയൊന്ന് മാറിക്കിട്ടും. ഇപ്പം ഞാൻ തീ കത്തിച്ച് കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് തിളപ്പിച്ച ആറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ കടുക്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോഴും നമ്മുടെ മാങ്ങ നല്ല ക്രിഞ്ചി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാറ് വേണ്ടെങ്കിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. എനിക്ക് കുറച്ച് ക്രിഞ്ചി ആയിട്ടിരിക്കുന്ന മാങ്ങാച്ചാറാണ് ഇഷ്ടം. സാധാരണ ഞാൻ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മാങ്ങാച്ചാറ്. നല്ല എളുപ്പമല്ലോ ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ചൂടാറിയിട്ട് ഒരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാം. കുറേ ദിവസം സൂക്ഷിച്ച് വയ്ക്കാനാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മൾ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അത് കാരണം പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുണ്ട്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.